ഞാൻ സിദ്ധു എന്നൊന്ന് വിളിക്കുമ്പോൾ എൻ്റെ അടുത്തുണ്ടായിരിക്കും. അത് ഞാൻ ഓടി ഓടി വരും. ശരിക്കും ഞങ്ങളിവിടെ കിടക്കുന്നത് തന്നെ, ഇതുവരെ മാറിപ്പോലും മുൻ കിടന്നിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് അപ്പുറത്ത് കിടക്കണം എന്നോ ഒരു റൂമായിട്ട് പ്രത്യേകിച്ച് വേണമെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവൻ ചോദിച്ചിട്ടില്ല. ഞാനും ഇവിടെ ഞങ്ങൾ ഒന്നിച്ചാണ് കിടക്കുന്നത്. ഞങ്ങൾ 3 പേരും. ഹസ്ബൻഡില്ലല്ലോ, ഇവിടെ നാട്ടിലില്ല. സിദ്ധുവിൻ്റെ അമ്മ അകത്ത മുറിയിലാണ്. ഞാൻ സിദ്ധുവിൻ്റെ അമ്മാവനോട് ചോദിച്ചു, സിദ്ധുവിൻ്റേതായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ നമുക്കിവിടെ കാണിക്കാൻ പറ്റുമോ, കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സിദ്ധുവിൻ്റെ സൈക്കിളാണിത്, സിദ്ധു ഉപയോഗിച്ചിരുന്ന ഹെൽമറ്റാണിത്. സിദ്ധുവിൻ്റേതായ റൂമുണ്ടോ, സിദ്ധു ഉപയോഗിച്ചിരുന്ന മുറി ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഒരു മുറിയിലാണ്, അവരെല്ലാവരും ഒരുമിച്ചാണ്, അവർ അത്രമാത്രം ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അമ്മയും മക്കളുമാണ് എന്നാണ് സിദ്ധുവിൻ്റെ അമ്മാവൻ പറഞ്ഞത്. നമുക്ക് സിദ്ധുവിൻ്റെ അമ്മയെ കാണാമ്പോൾ സിദ്ധുവിൻ്റെ അമ്മ ഇതിനകത്തുണ്ട്. അമ്മയും മക്കളുമൊക്കെ ഇതിനകത്തുള്ള ഒരു മുറിയിൽ ഒരുമിച്ചാണ് രാത്രി പോലും കഴിച്ചിരുന്നത്. ഒരിക്കലും മാറിക്കിടക്കാത്തൊരു മകനായിരുന്നു. അത്രമാത്രം ആ അമ്മയുടെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ ഒരു മകനാണ് ഈ വീടിനെ അനാഥമാക്കി ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അവൻ വരുന്നതും കാത്ത് ഞങ്ങളിരിക്കും പുറത്തൊക്കെ പോകാനേ. 2 ദിവസത്തെ ലീവ് ഉണ്ടായിരിക്കുമ്പോൾ ഇവിടെ ഇളയാൾ അതൊരു ചാർട്ടാക്കി വെക്കും. ഇന്ന ദിവസം ഇവിടെ പോകണം, അത് പോകണം. ഞങ്ങളെപ്പോൾ ഞാൻ സിദ്ധു എന്നൊന്ന് വിളിക്കുമ്പോൾ എൻ്റെ അടുത്തുണ്ടായിരിക്കും. അത് ഞാൻ ഓടി ഓടി വരും. ശരിക്കും ഞങ്ങളിവിടെ കിടക്കുന്നത് തന്നെ, ഇതുവരെ മാറിപ്പോലും മുൻ കിടന്നിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് അപ്പുറത്ത് കിടക്കണം എന്നോ ഒരു റൂമായിട്ട് പ്രത്യേകിച്ച് വേണമെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവൻ ചോദിച്ചിട്ടില്ല. ഞാനും ഇവിടെ ഞങ്ങൾ ഒന്നിച്ചാണ് കിടക്കുന്നത്. ഞങ്ങൾ 3 പേരും. ഹസ്ബൻഡില്ലല്ലോ, ഇവിടെ നാട്ടിലില്ല. പൊങ്കാലയ്ക്ക് വന്ന് അമ്മയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. എങ്ങനെയാ നോർമലി പൊങ്കാലയ്ക്ക് മോൻ തന്നെയാണോ കൊണ്ടുപോരുന്നത്? ഞങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ച് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ അത് അവന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് കൂടെ ഉണ്ടായിരുന്നവരുടെയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കാനും ഫുഡ് അപ്പുറത്തു നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കാനും അവൻ അങ്ങനെ നടന്നത്. ആദ്യമായിട്ട് പോയിട്ടുള്ളതാണ്. എന്നിട്ട് അവനറിയാം അങ്ങനെ അവിടെ ഇത് വേണം ഇത് വേണം. അവിടെ ചെന്നിട്ട് ഞാൻ പൊങ്കാല ഇടാൻ വേണ്ടി മാത്രമാണ് പോയത്. അപ്പം തെരളി അതൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്തിരുന്നവർ പറഞ്ഞു ഇവിടെ സാധനമെല്ലാം കിട്ടും, നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കുന്നു. അമ്മ പറഞ്ഞു അമ്മ ഞാനെല്ലാം വാങ്ങിക്കൊണ്ടുവരാം അമ്മ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ അടുത്തിരുന്നവരും എല്ലാവരും കൂടെ ഇലയും ഇതൊക്കെ തന്നിട്ട് എല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് അപ്പോൾ തന്നെ ഞങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് ബ്രദർ ഞങ്ങൾ 2 പേരും രാവിലെ കൊണ്ടാക്കുകയാണ് ചെയ്തത്. തിരികെ ഞങ്ങൾ ബസ്സിലാണ് പോയത്. ബസ്സിൽ അപ്പോൾ അവൻ 10th-ലെന്തോ 11th-ലെന്തോ പഠിക്കുന്നു. ബസ്സിൽ കയറി നല്ല തിരക്കായിരുന്നു. ബസ്സിൽ കയറി ഞാനിങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നു. ഇവൻ്റെ ഏജുള്ള 4-5 കുട്ടികളുണ്ട്. അവർ ഫ്രണ്ടിലോട്ട് നിൽക്കുന്നു. ബാക്കിയെല്ലാം അമ്മമാരും ചേച്ചിമാരും അങ്ങനത്തെ കുട്ടികൾ. അപ്പോൾ ഡ്രൈവർ ആ ചേട്ടനാണെങ്കിൽ ബസ് എടുക്കാൻ പറ്റുന്നില്ല, തിരക്കല്ലേ, ഡോർ അടച്ചാലേ ബസ് എടുക്കാൻ പറ്റുള്ളൂ. അതിങ്ങനെ അവിടെ ബഹളം കേൾക്കുന്നു. ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ സൗണ്ട്, നിങ്ങൾ ആൻറ്റി കൂടെ കയറി എങ്കിലും അടച്ചാലേ ചേട്ടനെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ എൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അവനെ കാണാനില്ല. എന്നൊക്കെ ഫുട്ബോളിൽ നിൽക്കുന്നു. എന്നിട്ട് അവരെ ആൻറ്റി ഒന്നിലും ആൻറ്റി കയറി അല്ലെങ്കിൽ ഇറങ്ങി, എന്നിട്ട് അടച്ചാലേ ചേട്ടനെ എങ്കിലും ബാക്കിൽ നിന്ന് വരുന്ന ബസ്സിന് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ശരിക്കും ബ്ലോക്കല്ലേ കിളിപ്പലത്ത് വെച്ച. അങ്ങനെ ഞാനിങ്ങനെ നോക്കി, ഇവനാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അവൻ ശരിക്കും ഒരു ലീഡർഷിപ്പ്. കയറി ആൻറ്റി ചേട്ടനെ എടുക്കണം, എന്നിട്ട് കയറിയിട്ട് ഡോർ അടച്ചിട്ട് ഇവൻ കയറി വന്ന് നിന്ന്. അപ്പം ഞാൻ വെച്ചാൽ അത്രയും പക്വതയായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച്. കോളേജിൽ പോയപ്പോൾ അതുപോലെ തന്നെ. കോളേജിൽ പോയപ്പോൾ എല്ലാവരും പോയി, നിങ്ങൾ ഇറങ്ങമ്മ. അവനൊരു ഞങ്ങൾ തലേ ദിവസം രാത്രി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 9:30 ആയി. 9:30-10 മണിയോളമായി. അവിടെ ഞങ്ങൾ ഒരു റൂം എടുത്തിട്ട് പിറ്റേന്ന് രാവിലെ ഹോസ്റ്റലിൽ നിന്ന് വണ്ടി വരുന്നത് നോക്കി കോളേജിലോട്ട് ഞങ്ങൾ പോയി. എന്നിട്ട് ഞങ്ങൾ മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെല്ലാം അവൻ കോളേജ് ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നതെല്ലാം കണ്ടിട്ടാണ് വന്നത്. അതാ ഫോട്ടോ ഞാൻ ബാഗും വെച്ചുകൊണ്ട് ഫസ്റ്റ് ഡേ ആണ് അവൻ്റെ. അപ്പോൾ അവൻ പറഞ്ഞപ്പോൾ എല്ലാവരും പോയി, നിങ്ങൾ പൊയ്ക്കോ. ഫസ്റ്റിലെ ഇങ്ങനെ മാറി നിൽക്കുന്നില്ലേ, അപ്പോൾ അതിൻ്റെ വിഷമം അവനുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമമായിരുന്നു. അവനില്ലാത്തതായതുകൊണ്ട് പിന്നെ നമുക്ക് വിഷമം കുറഞ്ഞ്. അവൻ ഹാപ്പിയാണല്ലോ.
അതിനിപ്പോൾ എൻ്റെ മരണം വരെ വരില്ലല്ലോ. എനിക്ക് അവരെല്ലാ പേരെയും നീതിയുടെ മുന്നിൽ കൊണ്ടുവരണം. ഞാൻ പറയുന്ന ഈ കണ്ടുകൊണ്ട് നിന്ന് ഇത് ഉപദ്രവിച്ചവർ ഉപദ്രവിച്ചു, അവരുടെ മൈൻഡ് അത്രയ്ക്കും ക്രൂവലാണ്. ഈ കണ്ടുകൊണ്ട് നിന്നവരെന്ത് പറ്റി? ഈ കണ്ടുകൊണ്ട് നിന്ന 130 പേരെന്നോ 100 ഞാൻ ക്ലിയറായിട്ട് അറിയുന്നില്ല. അതിൽ ഒരു കുട്ടിയാണ് ഇനി അടുത്ത തര. ആ കണ്ടുകൊണ്ട് നിന്ന ഒരു കുട്ടിയാണ് അടുത്ത തര. അവർക്ക് സംസാരശേഷിയില്ല, കൈ വിരലുകൾ ഉപയോഗിക്കാൻ അറിയില്ല, ചെവി കേൾക്കാൻ അറിയില്ല, കണ്ണ് കണ്ടുകൂടാ. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആ കുട്ടികൾ ഇങ്ങനെ എന്ത് പറയാൻ, അവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു കോൾ ചെയ്യാമായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ ഇത്രയും ഡെവലപ്പായ സമയത്തെ ഒരു 130 കുട്ടികളെന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഇങ്ങനെ ആരെ പേടിക്കുന്നു എന്നറിയില്ല. പക്ഷെ ഇങ്ങനെ പേടിച്ച് പോയാൽ ഈ 130 പേരും ഓരോ വർഷം അവരായിരിക്കും ഓരോ ഇര. അപ്പോൾ ഞാൻ ആ അമ്മമാരുടെ അടുത്ത് പറയുന്നത്, എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് കുട്ടികൾ പറയുന്നുവെങ്കിൽ അവർക്ക് ധൈര്യം കൊടുത്ത് പുറത്ത് കൊണ്ടുവരാം. ചെയ്തവരും അതിൻ്റെ കൂടെ നിന്ന് ഉപദ്രവിച്ചവരും കൂട്ടുനിന്നവരും ഡീൻ ഉൾപ്പെടെ അവരെല്ലാ പേരും അനുഭവിക്കുമല്ലോ. അപ്പോൾ അതിൽ കൂടെ അതുപോലെ ഒരു ശിക്ഷ ഈ 130 പേർക്കും കൊടുക്കണമെന്നാണ്. ഇത് സിദ്ധുവിൻ്റെ അച്ഛൻ ജയപ്രകാശ് ആണ്. അദ്ദേഹം പുറത്താണ്. അദ്ദേഹം ഈ വിവരം അറിഞ്ഞ് ഇവിടെ ഇപ്പോൾ വന്നതാണ്. ഒരച്ഛനോട് ഇപ്പോൾ മനസ്സിൽ എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് തെറ്റായിരിക്കാം. എങ്കിലും അച്ഛൻ്റെ ആ ഒരു ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. ആകെ 2 ആൺമക്കളാണ് അങ്ങേക്കുള്ളത്. ഒരു മകനെ വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. അങ്ങ് അന്യനാട്ടിൽ പോയി അവൻ്റെ ഒരു ജീവിതം നന്നാക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ എനിക്ക് അങ്ങയിൽ നിന്ന് അറിയാനുള്ളത്, നമ്മുടെ ആൺമക്കളെ വളർത്തുന്ന പിതാക്കന്മാർ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരോട് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് എനിക്കൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാവരെയും വളർത്തുന്നു, ആൺമക്കളെ വളർത്തുന്നു, പുറത്ത് പോയി ഹോസ്റ്റലിലൊക്കെ വളർത്തുന്നു, ഹോസ്റ്റലിൽ കൊണ്ടുപോയി വളർത്തുന്നു, ശരിയാണ്. ഹോസ്റ്റലിൽ വളർത്തുന്ന കുട്ടികൾക്ക് ഞാൻ ശരിക്കും പറയുന്നത്, ആൺമക്കളായാലും പെൺമക്കളായാലും നമുക്കറിയാതെ പോയൊരു കാര്യമാണത്. നിങ്ങൾ നിരന്തരം കുട്ടിയുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ആ കോളേജുമായിട്ട് ബന്ധപ്പെടുക. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ കോളേജിൽ നടന്ന കാര്യം അതാ. 2 ദിവസം അവൻ്റെ മൂഡ് ഓഫ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാവുമായിരുന്നു. പോയ ക്ഷീണമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും അതിൽ ഫോളോ ചെയ്യുക. എന്ത് പറ്റി, ഏത് പറ്റി എന്നുള്ള ഫോളോ ചെയ്യുക. പിന്നെ നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ, വേറെ കാര്യത്തിൽ നിയന്ത്രിക്കാൻ പറ്റില്ല, അത് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല അവരങ്ങ് പോയി കഴിഞ്ഞാൽ. പക്ഷേ ഇവന് യാതൊരു ദുശീലവും ഒരു കുഴപ്പവും ഇല്ലാതെ വളർന്ന കുട്ടിയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇനിയുള്ളതാണ് ഹോസ്റ്റലിൽ നിങ്ങൾ മാക്സിമം എന്തെങ്കിലും അവനുണ്ടോ, അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കലെങ്കിലും വിളിച്ച് ചോദിക്കുമോ. ഡീനെ അല്ല, പ്രിൻസിപ്പാളെ നിന്ന് വിളിച്ച് ചോദിച്ചൊന്നും കാര്യമൊന്നും തോന്നുന്നില്ല. ആരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കോളേജിൽ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, റൂമേഴ്സായി പണി ചെയ്തത്. റൂമേഴ്സ് പണി ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഉള്ളവരെ പോലും വിശ്വസിക്കില്ല. ഞാൻ പറയുന്നതാണ്, എൻ്റെ അനുഭവം കൊണ്ട് പറയുക. എല്ലാവരും പറയും എല്ലാവരും ഒരുപോലെ അല്ലല്ലോ എന്ന് പറയും. ശരിയാണ്, എല്ലാവരും ഒരുപോലെ അല്ല. അവർക്ക് നല്ല ചങ്ക് കൂട്ടുകാരും അതൊക്കെ കാണുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും കൂടെ കിടക്കുന്നവർ തന്നെ ഇത് ചെയ്തെന്ന് പറയുമ്പോൾ ക്ലാസ്മേറ്റ്സും അല്ല, റൂമേഴ്സാണ്. സ്വന്തം അച്ഛനമ്മ മാത്രം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഭാവിയിലൊന്നും വരണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാ അച്ഛനമ്മമാരും ഇതിനെതിരെ പ്രതികരിക്കും. ഞാനതാ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ആ കോളേജിലുള്ള കുട്ടികളുടെ അച്ഛനമ്മമാരെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ, നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് കൊണ്ടുവന്നിട്ട് ഇവർക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയെങ്കിലും. അങ്ങനെയാണെങ്കിൽ അവരൊന്ന് പേടിച്ചൊന്ന് അടങ്ങും. നിങ്ങളെ കുട്ടികൾക്കെങ്കിലും അവിടെ നല്ലവണ്ണം പഠിക്കാം. ഇല്ലെങ്കിൽ ഇത് തന്നെ ഇനിയും ആവർത്തിക്കും. നിങ്ങൾ മൂടി വെച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ, ഞാൻ രക്ഷകർത്താക്കളോട് പറയുന്നത്, നിങ്ങളിത് മൂടി വെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഭാവിയിൽ ഇത് വന്നുകൊണ്ടിരിക്കും. അവിടെ നടക്കുക. ചിലപ്പം ഇതുപോലെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചിറങ്ങുമ്പോൾ ജീവശവമായിട്ട് പഠിച്ചിറങ്ങേണ്ടി വരും. അത്രയ്ക്കും കൊടിയ പീഡനം വെച്ചിട്ട് അവരെ മനസ്സിനെ മരവിച്ച് ഇറങ്ങേണ്ടി വരും. ഇതുപോലെ സിദ്ധാർത്ഥമാർ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ നിങ്ങളെ കുട്ടികളോട് പറയുക, അവിടെ ഉള്ള നിങ്ങൾ സഹപാഠികളോട് പറയുക, കിട്ടിയ വിവരം ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ രഹസ്യമായിട്ടാണെങ്കിലും നിങ്ങൾ ആ ഉദ്യോഗസ്ഥരോട് പറയുക ഈ കുറ്റവാളികളൊന്ന് അകത്താക്കാനായിട്ട്.